ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ചായക്കട സ്പെഷ്യലായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്വട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമ്മളിന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ ആരെങ്കിലും ഈ ചാനലിൽ നിന്ന് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാനൊരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഒരു കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പാണ് കേട്ടോ. അങ്ങനെയുള്ള 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. സാധാരണ ചായക്കടയിൽ മൈദ വെച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത്. പക്ഷേ ഗോതമ്പ് പൊടിയാണെങ്കിൽ മൈദയാണെങ്കിലും നല്ല ടേസ്റ്റി തന്നെയാണ്. അപ്പോൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരം ചേർത്ത് കൊടുക്കുക. 2 പിഞ്ച് വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് ബൗളിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി അങ്ങ് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലോട്ടേക്ക് നമുക്ക് ബാക്കിയുള്ള എല്ലാ ചേരുവകളും ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ആഡ് ചെയ്യുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ്. തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഒത്തിരി പുളിയുള്ള തൈര് ഇതിന് വേണ്ടിയിട്ട് എടുക്കരുത്. അത്യാവശ്യം പുളിയില്ലാത്ത തൈര് എടുക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. പിന്നെ ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാര, ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്ത് പഞ്ചസാരയും കുറച്ച് ഏലക്കയുടെ കുരുവ് എടുത്തിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവറും ഉണ്ടാകും. ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര മതി. പിന്നെ ഞാനൊരു ചെറിയ മുട്ട മാത്രമേ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മുട്ടയായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ ഫ്ലോറൊക്കെ ആയിട്ട് ശരിക്കും ഈ നമ്മൾ ബാക്കി ചേർത്തിട്ടുള്ള തൈരും ഈ മുട്ടയൊക്കെ ഒന്ന് യോജിച്ച് വരുന്ന രീതിയിൽ ഒന്നങ്ങ് കുഴച്ചെടുക്കുക. ഒന്നങ്ങ് കുഴച്ചെടുത്ത് ഈ ഒരു പാകത്തിനാകുമ്പം നെയ്യാണ് ഇതിലെ പ്രധാന ചേരുവയാണ്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ നെയ്യാണ്. അപ്പോൾ അത് ഞാൻ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഈ നെയ്യുടെ ഫ്ലേവർ വരുമ്പോഴാണ് ഇതിന് ശരിക്കും ഒരു നല്ല നമ്മൾ ശരിക്കും വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ബാക്കി ഞാനൊരു 2 ടേബിൾ സ്പൂൺ, വെറും 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. ജസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഈ ഒരു മാവ് ഒരിക്കലും അങ്ങ് കുഴഞ്ഞു വരുന്ന രീതിയിൽ, അതായത് ലൂസായി പോകുന്ന രീതിയിൽ ഒരിക്കലും തയ്യാറാക്കി എടുക്കരുത്. അത്യാവശ്യം കുറച്ചൊരു ഡ്രൈ ആകുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം കുറച്ചൊരു ഹാർഡായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഉണ്ടാകുക. കാരണം ഇതിനകത്ത് നമ്മൾ പൊടിച്ച പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുള്ളതാണ്. ഒരു 15 മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ആ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഈ മാവ് ഒന്നുകൂടി അങ്ങ് കുറച്ചൊന്ന് ലൂസായിട്ട് വരും. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവോ ഇൻഗ്രീഡിയൻസിൻ്റെ അളവോ ഒന്നും കൂടുതൽ ഉപയോഗിക്കരുത്. ഇനി നമുക്കൊരു 15-20 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ടേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് നമ്മുടെ നേരത്തെ പറഞ്ഞ 240 ml കപ്പിന് 1 കപ്പ് പഞ്ചസാര ചേർക്കുമ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വെള്ളം 1 കപ്പ് തന്നെയാണ്. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ശരിക്കും തിള വന്നതിന് ശേഷം, അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര അലിഞ്ഞ് വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്, ഇത് നന്നായിട്ട് തിളച്ചിട്ട് നമ്മൾ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കുക. കയ്യിലൊന്ന് ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചാൽ മാത്രം, ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകം മതി. അല്ലാണ്ട് ഒത്തിരി സമയം നമ്മളിതൊരിക്കലും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര പനി കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലോട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 ടീസ്പൂണിനടുത്ത് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മൾ നെയ്വട ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചൂടുള്ള ഷുഗർ സിറപ്പിനകത്തോട്ടേക്ക് വേണം അപ്പോൾ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റിന് ശേഷമുള്ള മാവാണ്. അത്യാവശ്യം കുറച്ച് ഹാർഡായിട്ട് തന്നെയാണുള്ളത്. ഇനി നമ്മൾ കുഴച്ചെടുക്കൊന്നും തന്നെ വേണ്ട. ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്യുക. ഇത് ചെറുതായിട്ടൊരു ക്രാക്ക് വീഴുന്നത് പോലെ ഉണ്ടാവും. കാരണം മാവ് ഒത്തിരി അങ്ങ് സോഫ്റ്റ് അല്ല. അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ നോക്കാം. മാക്സിമം നല്ല രീതിയിൽ, കണ്ടില്ലേ, ഒന്ന് കൈ വെച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്യുക. അപ്പോൾ എത്ര സൈസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത്യാവശ്യം വലിയ സൈസിലാണ് നമുക്ക് ചായക്കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുക. അപ്പം സെൻറ്ററിലായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുഴി പോലെ നമ്മൾ ഉഴുന്നുവടയൊക്കെ ചെയ്തെടുക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഓരോന്നും ചെയ്തെടുത്ത് കഴിഞ്ഞ പാടെ തന്നെ അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ഇതിപ്പോൾ ഞാൻ പാത്രത്തിനകത്തോട്ടേക്ക് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരണം. അപ്പോൾ നിങ്ങൾ ഓരോന്നും റോൾ ചെയ്തിട്ട് അപ്പം ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക. ബാക്കിയുള്ള മാവ് ഒന്ന് അടച്ചു വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ പെട്ടെന്ന് മാവ് ഡ്രൈ ആയി പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊരു അത്യാവശ്യം കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്, ഇത്
പെട്ടെന്ന് അങ്ങ് പുറം ഭാഗമൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് ഒരു ക്രിസ്പി ടെക്സ്ചറിലോട്ടേക്ക് വരും. പക്ഷെ നമ്മൾ ലാസ്റ്റ് എടുത്ത് കഴിയുന്ന സമയത്ത് ഒട്ടും തന്നെ ഉൾഭാഗം വെന്ത് കിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം സമയം എടുത്തിട്ട് തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മാത്രമാണ് കേട്ടോ എണ്ണയിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങൾ അത്യാവശ്യം വലിയ പാത്രത്തിനകത്താണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ 2, 3 ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് കളർ മാറി വരണം. അത്യാവശ്യം ഈ ഒരു കളർ കണ്ടില്ല, നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ ഒരു കളർ അറിയുന്നുണ്ടാവുമല്ലോ, ഒരു ബ്രൗൺ ഷെയ്ഡ്. അപ്പോൾ ഇത് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അത്യാവശ്യം സമയം എടുത്ത് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. എണ്ണ നന്നായി വാർന്നെടുത്തതിന് ശേഷം അപ്പോൾ ആ നല്ല ചൂടോടുകൂടി തന്നെ നമ്മുടെ ആ ചൂടുള്ള ഷുഗർ സിറപ്പിന് എപ്പോഴും ഒരു ചൂട് വേണം. ആ ചൂടിനകത്തോട്ടേക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ചെയ്ത് കഴിഞ്ഞ പാടെ തന്നെ ഞാനിപ്പോൾ ഇതുപോലെ ഷുഗർ സിറപ്പിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സമയം ഷുഗർ സിറപ്പിനകത്ത് ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ബാച്ച് ചെയ്ത് ഷുഗർ സിറപ്പിനകത്ത് ഇട്ടതിന് ശേഷം അടുത്ത ബാച്ച് ചെയ്യുമ്പോൾ ഇത് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നെയ്വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ശരിക്കും നമുക്ക് ആ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അളവൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിൻ്റെ പുറം ഭാഗം എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ക്രിസ്പി പോലെ കുറച്ചും കൂടി ഒരു ക്രിസ്പി ആയിട്ടുള്ള ടെക്സ്ചറും, നമ്മളിത് പൊട്ടിച്ച് കഴിക്കുന്ന സമയത്ത് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. ശരിക്കും നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകുന്നതെന്നൊക്കെ പറയില്ലേ, കണ്ടില്ലേ? ഇപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അത്രയധികം സൂപ്പർ സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് ചെയ്ത് നോക്ക്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.